ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഇദ്ദേഹം വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, കൈഫ അസ്ബഹത യാ മുആദ്, എങ്ങനെയുണ്ട് മുആദ് താങ്കൾക്ക്, എന്താണ് താങ്കളുടെ അവസ്ഥ? അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അസ്ബഹതു മുഅ്മിനാ, നബിയെ ഞാൻ ഇന്ന് നേരം വെളുത്തെഴുന്നേറ്റത് മുഅ്മിനായിട്ടാണ്. ഞാൻ മുഅ്മിനായിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്, എന്റെ പ്രഭാതം മുഅ്മിൻ എന്ന നിലയിലാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്ന ലികുല്ലി ഖൗലിൻ മിസ്ദാഖൻ വലികുല്ലി ഹഖിൻ ഹഖീഖാ ഫമാ മിസ്ദാഖു മാ തഖൂൽ. മുആദ്, ഏതൊരു വർത്തമാനം നമ്മൾ പറഞ്ഞാലും എന്തൊരു കാര്യം നമ്മൾ സംസാരിച്ചാലും അതിനൊക്കെ തെളിവ് വേണം മുആദ്. ഏതൊരു വർത്തമാനത്തിനും തെളിവ് ആവശ്യമാണ്. ഇവിടെ നിന്റെ പ്രസ്താവന നീ മുഅ്മിനാണെന്നാണ്. എന്നാൽ എന്താണ് ഫമാ മിസ്ദാഖു മാ തഖൂൽ, നീ മുഅ്മിനാണെന്നാണ് പറഞ്ഞതെങ്കിൽ ആ മുഅ്മിനാണെന്ന് പറഞ്ഞതിന്റെ തെളിവെന്താണ് മുആദ്? അതിന്റെ തെളിവെന്താണ്? നീ മുഅ്മിനാണെന്ന് അഭിപ്രായപ്പെട്ടതിന്റെ തെളിവെന്താണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, മാ അസ്ബഹതു സബാഹൻ ഖത്തു ഇല്ലാ ലനന്തു ലാ അംസി. നബിയെ, ഒരു പ്രഭാതത്തിലും ഞാൻ നേരം വെളുത്തെഴുന്നേറ്റിട്ടില്ല, ഞാനൊരു പ്രഭാതത്തിലേക്കും കടന്നിട്ടില്ല. എന്റെ ഉറക്കിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് ഇന്ന് രാത്രിയാക്കാൻ എനിക്ക് കഴിയുമെന്ന ഒരു വിശ്വാസവുമില്ലാതെയാണ് ഹബീബേ. ഇന്ന് രാത്രിയിൽ നിന്ന് വൈകുന്നേരം ഞാൻ ജീവിച്ചിരിക്കുമെന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ലാതെയാണ് ഞാൻ നേരം വെളുത്തെഴുന്നേൽക്കുന്നത്. മുഅ്മിൻ എന്നുള്ളതിന്റെ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്, മുഅ്മിൻ എന്നതിന്റെ തെളിവ് പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. വീണ്ടും പറയുന്നു, വമാ അംസൈതു ഇല്ലാ വനന്തു ലാ ഉസ്ബിഹു. നബിയെ, ഞാൻ വൈകുന്നേരം എന്റെ വിരിപ്പിലേക്ക് കടക്കാറില്ല, ഞാൻ ഒരു വൈകുന്നേരത്തെയും പ്രതീക്ഷിക്കാറില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ഞാൻ വച്ചു പുലർത്താറില്ല. അങ്ങനത്തെ ഒരു വിചാരവും എനിക്കില്ല നബിയെ. വീണ്ടും പറയുന്നു, വമാ ഖതൗതു ഖത്വതൻ ഖത്തു ഇല്ലാ വനന്തു അന്നീ ലാ അത്ബഉഹാ ബിഉഖ്റാ. നബിയെ, ഞാൻ ഒരു ചവിട്ടടി പോലും വെക്കാറില്ല, എന്റെ ഒരു പാദം കാല് ഞാൻ നിലത്ത് ചവിട്ടാറില്ല. അടുത്ത പാദം കാല് ചവിട്ടാൻ, അടുത്ത ചവിട്ടടി വെക്കാൻ മുആദ് ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ ഒരു കാല് വെക്കാറില്ല ഹബീബേ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് ഈ മറുപടി കേൾക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അറഫ്ത അറഫ്ത യാ മുആദ്, നിനക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, നിനക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്, നീ തന്നെയാണ് മുഅ്മിൻ എന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിൻ ഈ തിരിച്ചറിവുള്ളവനാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നേരം കൊടുത്താൽ വൈകുന്നേരമാകുന്നത്, വൈകുന്നേരത്തേക്ക് ഞാൻ ബാക്കിയുണ്ടാകുമെന്നുള്ളത് എനിക്ക് പ്രതീക്ഷയില്ല. അതായത് അതിനെക്കുറിച്ചുള്ള ആകുലതയും വേവലാതിയൊന്നും എന്നെ അലട്ടുന്ന പ്രശ്നമേ അല്ല. വൈകുന്നേരമായാൽ നാളെ നേരം കൊടുക്കുമോ എന്നുള്ളതും എനിക്ക് പ്രതീക്ഷയില്ലാത്ത കാര്യമാണ്. എന്ന് മാത്രമല്ല, ഒരു ചവിട്ടടി വച്ചാൽ അടുത്ത ചവിട്ടടിക്ക് ബാക്കി ഉണ്ടാകുമോ എന്നതും എന്റെ പ്രതീക്ഷയിൽ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ടുന്ന യാതൊരു ആവശ്യവും എനിക്ക് നിലവിലില്ല. എന്നാൽ ഇത് നമ്മളിലേക്ക് ചേർത്ത് വായിച്ചാലും നമുക്ക് നിരവധി ആവലാതികളുണ്ട്. ഇന്നത്തെ ഭരണ സംവിധാനത്തെ കുറിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ആരാണ് ഉപവിഷ്ടനാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷമാണ്, വലിയൊരു ചർച്ചയാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനെക്കാളും അല്പമൊക്കെ നമുക്ക് മനസ്സമാധാനത്തിന് വകുപ്പുണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയുമാണ്. ഈ അവസ്ഥകൾ, ഈ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഇനി നിലവിൽ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്ന ആളുകളിൽ ചിലരൊക്കെയും ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളായതിനാൽ അവരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു സമാധാനത്തിന് വകുപ്പുണ്ടല്ലോ, അവരുള്ളതിനാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്നുള്ള ഈമാനിന്റെ തകർത്തുകളിൽ ചില ചിന്തകൾ നമുക്ക് വരാറുണ്ട്. അവരുള്ളത് കൊണ്ട്. അപ്പൊ ഇത്രയും നാളും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആരുണ്ടായത് കൊണ്ടും ആരില്ലാത്തത് കൊണ്ടുമല്ല.
മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സകലതും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്കാണ്. നമ്മുടെ ചർച്ചകളൊക്കെ പലപ്പോഴും ഈമാനിനെ മുച്ചൂട് തകർച്ച കളയുന്ന ചർച്ചകളായതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആരുണ്ടാവട്ടെ ആരില്ലാതിരിക്കട്ടെ, അത് മുഅ്മിനായ മനുഷ്യന്റെ വിഷയമല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വെച്ചാണെങ്കിൽ, ഇന്ന് വൈകുന്നേരത്തേക്ക് പ്രതീക്ഷിക്കാത്ത ആൾക്ക് നാളെ നേരം വെളുക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ആര് ഉപവിഷ്ടനായാലും അയാളെ സംബന്ധിച്ച് വിഷയമല്ല. പിന്നെ ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യതകൾ നിറവേറ്റണം, അത് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അത് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം അവിടെ അവസാനിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്, ഒരു പ്രശ്നത്തിലും മുഅ്മിനായ മനുഷ്യൻ പതറേണ്ട കാര്യമില്ല. ഒന്നും ഒരു സംഗതിയും ഒരു യഥാർത്ഥ മുഅ്മിനിന് പ്രശ്നമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ വതറുദ്ദു അൻഹുൽ അദാബ വന്നിഖ്മാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വതറുദ്ദു അൻഹുൽ അദാബ വന്നിഖ്മാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാവൽ നൽകും. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ പ്രതിസന്ധികളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് തടഞ്ഞു നിർത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ അടിയിൽ മാത്രമല്ല, മണ്ണിന്റെ അടിയിൽ അല്ല, മണ്ണിന്റെ മുകളിലും മനുഷ്യന് വരാൻ പോകുന്ന സകലമാന ബുദ്ധിമുട്ടുകളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് തടഞ്ഞു നിർത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് തടസ്സാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മറികടക്കാൻ കഴിയൂല. അതല്ലേ മദീനയിൽ ഭൂമി കുലുക്കമുണ്ടായി. മദീനയിൽ ഭൂമി കുലുങ്ങി, ആളുകൾ വന്നു, പരാതിപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കൽ റളിയല്ലാഹു അൻഹു ആളുകൾ വന്നു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടമാണ്. ഖലീഫയുടെ അടുക്കലേക്ക് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, 3 പ്രാവശ്യം ഭൂമി കുലുങ്ങി ഖലീഫ, ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, നമ്മളിവിടെ നിന്ന് ആലോചിക്കണം, എന്തുകൊണ്ടാണ് മദീനയിൽ ഭൂമി കുലുങ്ങുമ്പോൾ ഖലീഫ എന്ത് ചെയ്യാനാണ്? ഖലീഫക്ക് അവിടെ എന്താ വകുപ്പ്? ഭൂമി കുലുക്കവും ഭരണാധികാരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഖലീഫ പറഞ്ഞാൽ ഭൂമി അനുസരിക്കോ? നിങ്ങൾ കുലുങ്ങണ്ടെന്ന് പറഞ്ഞാൽ? അതാണ് അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാരോട് ജനങ്ങൾ അന്നേ അനുവർത്തിച്ചു വന്നിരുന്ന സമീപനം ഇതേ രീതിയാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രത്യയശാസ്ത്രവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഔലിയാക്കന്മാർക്ക് പല രീതിയിലുള്ള കഴിവുകൾ റബ്ബ് കൊടുക്കുമെന്നും ആ കഴിവുകൾ മുഖേന അവർക്ക് സഹായിക്കാൻ സാധിക്കുമെന്നും ആര് മുതൽ വിശ്വസിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്തുക്കളായ സഹാബാക്കൾക്ക് മുഴുവൻ ആ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഭൂമി കുലുങ്ങിയപ്പോൾ ഖലീഫയുടെ ഭരണാധികാരിയുടെ മുമ്പിൽ വന്നു. കാരണം ഇത് നിസ്സാരക്കാരനായ മനുഷ്യനല്ല, ഈ മനുഷ്യൻ ഉമറും ഫിൽ ജന്ന എന്ന് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ മനുഷ്യനാണ്. ആ ഖലീഫയുടെ മുമ്പിലേക്ക് ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, 3 തവണ ഭൂമി കുലുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോ അപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് മറുപടി പറഞ്ഞിട്ടില്ല. ഞാനിതിന് ആളല്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞില്ല. ഭൂമി കുലുക്കം തീരുമാനിക്കുന്നവൻ ഞാനല്ല, അതുകൊണ്ട് നമുക്കൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ദുആ ചെയ്യാമെന്നല്ല പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് ഒരു ദുആ സംഗമം നടത്താമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ ദീൻ കണ്ട ഏറ്റവും വലിയ നീതിമാനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് എന്റെ ചാട്ടമാർ എടുത്തുകൊണ്ടുവരണം. കുറ്റവാളികളെ ഞാൻ ശിക്ഷിക്കുന്ന ചാട്ടമാറുണ്ട് എന്റെ വീട്ടിൽ, ആ ചാട്ടമാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ വിടുന്നു. ആളുകൾ പോയി ചാട്ടമാർ എടുത്തുകൊണ്ടുവരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് കുറ്റവാളികളെ താൻ ശിക്ഷിക്കുന്ന ചാട്ടവാറ് കൊണ്ട് മദീനത്തെ മണ്ണിൽ അടിക്കുകയാണ്. 3 അടികൾ അടിച്ചു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, യാ അർദുസ്വനി അന ഖലീഫത്തുല്ലാഹ്, ഭൂമിയെ നീ അടങ്ങി നിൽക്കണം, നീ അടങ്ങി നിൽക്കണം, നീ കുലുങ്ങാൻ പാടില്ല. അന ഖലീഫത്തുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീഫയാണ്, അതുകൊണ്ട് ഞാൻ പറയാണ് നീ അടങ്ങി നിൽക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ഭൂമിയിൽ അടിച്ചുകൊണ്ട് പറയുന്നു.
വമാ വഖഅത്തിസ് സൽസലതു ഫിൽ മദീനതു ബഅദു, മദീനയിൽ പിന്നീട് ഭൂമി കുലുങ്ങിയിട്ടില്ല എന്ന് മഹത്തുക്കളായ ഇമാമികൾ തങ്ങളുടെ ചരിത്ര കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വമാ വഖഅത്തിസ് സൽസലതു ഫിൽ മദീന, മദീനയിൽ പിന്നീട് ഭൂമി കുലുങ്ങിയിട്ടേയില്ല. കാരണം ഒരു മഹാനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ വിശ്വസിച്ച, ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിച്ച ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് കുലുങ്ങാൻ പാടില്ല എന്ന്. അതുകൊണ്ട് വമാ വഖഅത്തിൽ സൽസലതു ഫിൽ മദീനതു ബഅദു, മദീനയിൽ പിന്നീട് ഭൂമി കുലുങ്ങിയിട്ടേയില്ല. ഈ ചരിത്രം രേഖപ്പെടുത്തിയത് മഹാനായ ഇമാം നവവി